ഇന്ന് വൈകുന്നേരം വരുമ്പോൾ കുറച്ചധികം സാധനം മേടിച്ചിട്ടാണ് വന്നത്. നമ്മുടെ കൊടുന്തിരിപ്പുള്ളി A to Z പോയിട്ട് കുറച്ചധികം ഈ ആഴ്ചയ്ക്ക് സാധനം മേടിക്കൽ തന്നെയാട്ടോ പണി. ആകെ 3 ആളുണ്ട്. എങ്ങനെ സാധനങ്ങൾ കഴിയണമെന്ന് എനിക്ക് തന്നെ അറിയില്ലേ. അപ്പോൾ അതേ പഞ്ചസാരയും ഉഴുന്നും കടലയും പരിപ്പും അങ്ങനെയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ആഴ്ച ഏട്ടനും വരികയാണ് കേട്ടോ ലീവിന്. അപ്പോൾ അതുകൂടെ പ്രമാണിച്ച് കുറച്ചധികം സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇത് കുഞ്ഞാറ്റിക്ക് മണിക്കൂറിൽ നിന്ന് ബ്രെഡ് ന്യൂട്ടല്ല കണ്ടപ്പോൾ അവൾ അത് വേഗം എടുത്ത് കയ്യിൽ വെച്ചിട്ടോ. അവളെ കൂട്ടിയിട്ട് പോയാൽ ആദ്യം അവൾ എടുക്കുന്നത് ഈ ന്യൂട്ടല്ലയാണ്. അപ്പോൾ അതേ അതും തേച്ചിട്ട് ബ്രെഡാണ് കേട്ടോ അന്ന് അവർക്ക് ചായക്ക് കൊടുത്തത്. രണ്ടുപേരും കൂടെ സ്കൂളിൽ വിട്ട് വന്ന കൈമുഖമൊക്കെ കഴുകിയിട്ട് നേരെ ടി വിൻ്റെ മുന്നിലിരിക്കും കേട്ടോ. ഒരു മണിക്കൂർ അങ്ങനെ ഇരിക്കുക. പിന്നെ മണിക്കൂറിന് 5 മണിക്കൊക്കെയാണ് ട്യൂഷൻ. അപ്പോൾ അവൻ ആ സമയത്താണ് ആ ടി വിൻ്റെ മുന്നിൽ നിന്ന് എണീക്കുള്ളൂ. അതിൻ്റെ ഇടയിൽ ചായ കുടിയും ഈ സ്നാക്സ് കഴിക്കലും ഒക്കെ ആ ടി വിൻ്റെ മുന്നിൽ തന്നെയാണ് കേട്ടോ. അവിടെ നിന്ന് മാറിയില്ല അവൻ. ദേ ചായ ഞാൻ വേഗം വെച്ചിട്ടുണ്ട്. കുഞ്ഞാറ്റ ചായ കുടിക്കില്ല കേട്ടോ. അവളിപ്പോൾ ഒട്ടും ബൂസ്റ്റും ഒന്നും കുടിക്കാതെ ചായ തീരെ കുടിക്കുന്നില്ല ഇപ്പോൾ. അപ്പോൾ അവൾക്ക് 2 നേരം ഇപ്പോൾ പാലോ ചായ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. അതാ മണിക്കൂട്ടൻ വേഗം ട്യൂഷന് പോയിട്ടുണ്ട്. 5 മണിയായി. അവൻ്റെ പിള്ളേരൊക്കെ നേരത്തെ പോയിട്ട് ഇവൻ ചായ കുടിക്കാനിരുന്നേ. പിന്നെ നമ്മുടെ അഖിലക്കുട്ടി കറിവേപ്പില വേണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വെട്ടേണ്ട സമയമായിട്ടാണ്. അപ്പോൾ കുറച്ചധികം വെട്ടിയിട്ട് ദേ നമ്മുടെ മിഞ്ചിച്ചിക്കും പിന്നെ അഖിലക്കുട്ടിക്കും ഞാനും കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടോ. അത് നല്ല മണമാണ് കേട്ടോ. നമ്മുടെ കറിവേപ്പില ഫ്രഷ് അല്ലേ. അപ്പോൾ നല്ല മണമാണ്. ഇതിൽ പ്രത്യേകിച്ച് മരുന്നോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല കേട്ടോ. പക്ഷേ പുഴുവൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇല ഇങ്ങനെ കടിച്ച് തിന്നതിന് മൊത്തം നാശമാണ് കേട്ടോ. അപ്പോൾ അമ്മ ഈ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്യും. അമ്മേൻ്റെ പൊടിക്കൈകളൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ ഈ പൂച്ചെടി മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ. കാരണം കറിവേപ്പിലയും അതുപോലെ വഴുതനങ്ങയും വെണ്ടയ്ക്കൊക്കെ അമ്മൻ്റെ ഫീൽഡിൽ പെടുന്ന കാര്യങ്ങളാണ്. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്ക് ഈ പൂക്കളോട് മാത്രമാണ് താല്പര്യം. ഇപ്പോഴത്തെ കുറേ പൂക്കളെല്ലാം പോയിട്ടാണ്. മഴ ആയതുകൊണ്ട് ഞാൻ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ ഈ മഴക്കാലമൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഈ മതിലൊക്കെ കണ്ടില്ലേ മൊത്തം പാസാറ് പിടിച്ചിട്ട് ഭയങ്കര ബോറായി കിടക്കുക കേട്ടോ. എനിക്കത് ഒന്ന് റെഡിയാക്കി തരണമെന്ന് ഞാൻ ഏട്ടൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഏട്ടനോട്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എനിക്ക് പെയിൻ്റ് അടിച്ച് തരണമെന്ന്. കാരണം എത്ര നല്ല ചെടികൾ വെച്ചാലും ഒരു ഭംഗി കാണുന്നില്ല. കാരണം എന്താ ഇത് മൊത്തം പാസാറാണ്. മൊത്തം പാസാറ് പിടിച്ചിട്ട് ആകെ മതിലൊക്കെ കറേന്നായി കിടക്കുക കേട്ടോ. എനിക്കത് കാണുമ്പോൾ ഭയങ്കര അറപ്പ്. ഇതൊക്കെ മൊത്തം ഉരച്ച് കഴുകുകയെന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര പണിയാണ്. നമ്മൾ പിന്നെ കിടപ്പില്ല, ഒട്ടും വയ്യാതെയാവും. അപ്പോൾ ഈ ഒരു തരം മോട്ടർ ഉണ്ടല്ലോ ഇങ്ങനെ അടിച്ച് വിടുന്നൊരു സംഭവം. അപ്പോൾ അതാവുമ്പോൾ പെട്ടെന്ന് തീരും. അപ്പോൾ ഏട്ടൻ വന്നിട്ട് അതൊരു ദിവസം വാടകയ്ക്ക് എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആൾ വന്നിട്ട് അതൊക്കെ ചെയ്തു തരാം, സെറ്റാക്കി തരാം, നീ ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനിത് ചെടികളിൽ മാത്രം കുറച്ച് വളങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് കുത്തി ഇളക്കി കൊടുക്കട്ടെ. എപ്പോഴും അല്ല, ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്യും. പിന്നെ ഈ പച്ചക്കറി വേസ്റ്റൊക്കെ ഞാൻ ഈ ചെയ്യുന്നത് അപ്പോൾ ചോട്ടിക്കൊണ്ട് ഇടുക കേട്ടോ. അവസാനം പണികളൊക്കെ കഴിയുമ്പോഴേക്ക് ഇതേ എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ചോര കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ എല്ലാ കൺട്രോളും പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തി വെച്ചു ഗൈസ്.